ഒരു ട്രാൻസീവറിൽ നിന്നും ലീനിയർ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യുന്ന നീളം കുറഞ്ഞ ഒരു കേബിളിനെയാണ് പാച്ച് കേബിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പരമാവധി നീളം 1 മീറ്റർ ആയിരിക്കുന്നതാണ് നല്ലത്. അതിലും കുറഞ്ഞിരിക്കുകയാണെങ്കിൽ വളരെ ഉത്തമം. അതിനായി 1 മീറ്റർ നീളത്തിൽ RG58 കേബിൾ മുറിച്ചെടുക്കുക. അതിൻ്റെ രണ്ടറ്റത്തുമായി 2 PL259 കണക്റ്റേഴ്സ് ആവശ്യമാണ്. അതിന് ഒരു റെഡ്യൂസറും അതിൻ്റെ കൂടെ ചേർക്കണം. ആദ്യം റെഡ്യൂസർ ഇതിൽ കടത്തിയിടുക. അതിനുശേഷം PL259ൻ്റെ ഔട്ടർ കേസ് കടത്തിയിട്ടതിന് ശേഷം ഈ കണക്ടറാണ് ഇതിനറ്റത്ത് പിടിപ്പിക്കേണ്ടത്. അതെങ്ങനെയെന്ന് നോക്കാം. RG58 കേബിൾ ഈ PL259 കേബിളിനുള്ളിലേക്ക് കടത്തി വിടുമ്പോൾ ഇതിനുള്ളിലുള്ള സെൻറ്റർ കോർ ഇവിടെ വരെ എത്തണം. അതിനായി ഇത്രയും ദൂരത്തുള്ള ഇൻസുലേഷൻ കട്ട് ചെയ്ത് മാറ്റണം. ഇൻസുലേഷൻ കട്ട് ചെയ്ത് ഇതിൻ്റെ പുറത്തുള്ള ഷീൽഡ് വേർപെടുത്തിയെടുക്കുക. ഔട്ടർ ഷീൽഡ് 2 വശത്തേക്കും ഇതുപോലെ V ആകൃതിയിൽ എടുത്ത് വയ്ക്കുക. കട്ട് ചെയ്തെടുത്ത ഔട്ടർ ഇൻസുലേഷൻ്റെ ഒരു ചെറിയ കഷ്ണം ഇവിടെ ഇൻസേർട്ട് കൊടുക്കുക. ഈ ഗ്രൗണ്ട് കണക്ഷൻ സെൻട്രൽ കണക്ഷനുമായി പോയി മുട്ടാതിരിക്കുന്നതിന് വേണ്ടിയാണിത്. അതിനുശേഷം ഈ PL259 കണക്റ്റിനുള്ളിലേക്ക് ഈ കേബിൾ കടത്തി ഷീൽഡ് വയർ ഈ ഹോളിനുള്ളിലൂടെ പുറത്തെടുക്കുക. ഇപ്പോൾ കണക്റ്റിന് ഉള്ളിലൂടെ ഷീൽഡ് പോർഷൻ 2 ഭാഗത്തേക്ക് വന്നു. സെൻട്രൽ കോർ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഒരു 50 വാട്ട് പവറുള്ള സോൾഡറിങ് അയൺ ഉപയോഗിച്ച് ഇതിൽ സോൾഡർ ചെയ്ത് കൊടുത്താൽ പാച്ച് കേബിൾ റെഡിയായി. ഇതുപോലെ കേബിളിൻ്റെ മറ്റേ അറ്റത്തും ഒരു കണക്ടർ പിടിപ്പിക്കുക. അതിനുശേഷം മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഷോർട്ട് സർക്യൂട്ട് ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. സെൻറ്റർ കണ്ടക്ടർ ടു സെൻറ്റർ കണ്ടക്ടർ, ഔട്ടർ ഷീൽഡ് ടു ഔട്ടർ ഷീൽഡ് കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കുകയും വേണം. സെൻറ്റർ കോറും ഔട്ടർ ഷീൽഡും ഇതിലേക്ക് സോൾഡർ ചെയ്ത ശേഷം റെഡ്യൂസർ ഇതിലിട്ട് മുറുക്കുക. ഔട്ടർ ഷീൽഡും ഇതിലിട്ട് മുറുക്കിയാൽ പാച്ച് കേബിൾ റെഡിയായി. വിവിധ നീളത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പാച്ച് കേബിൾസ് ആണിത്.